എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1448 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായി എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ ഡോക്ടർ സദുത് സെഡ് സാറാണ്. Sir, Chief Physician, Dr. Said, Homeopathic, Cochin and Alua. ISKയുടെ മുൻ ഫാക്കൽറ്റി മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 27 വർഷത്തെ ചികിത്സാ പരിചയമാണ് ഡോക്ടർക്കുള്ളത്. ഇതിനോടകം അനേകം ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇന്ന് ത്വക്ക് രോഗങ്ങളും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ രണ്ടാം ഭാഗം ക്ലാസ് എടുക്കുന്നതിലേക്കായി ഡോക്ടർ സദുത് സെഡ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാം. വീഡിയോ ക്യാമറ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ല. ഒരു പഴയ ലാപ്ടോപ്പാണ്. എന്റെ ലാപ്ടോപ്പ് റിപ്പയർ ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടില്ല. അല്ല കുഴപ്പമില്ല. ഓക്കെ, ലൈറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഫേസിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു IFPH. അന്നത്തെ ക്ലാസ് നന്നായിരുന്നു. ഇസ്മായിൽ സെറ്റിന്റെ കമന്റ്സ് ഒക്കെ വന്നതോടുകൂടി രണ്ടാം സെഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ന് സൺഡേ അപ്പൊ ഞാൻ സത്യം പറഞ്ഞത് വിട്ടുപോയി. ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് നോക്കിയപ്പോ സൂം കണക്ട് ആവണില്ല, അങ്ങനെ കൺഫ്യൂഷൻ. എന്തായാലും താങ്ക് ഗോഡ് ഇറ്റ് വാസ് ഓൺ ടൈം. അപ്പൊ നമുക്ക് സമയം കളയാതെ തന്നെ നമുക്ക് ഓരോ സെഷൻ കുറച്ചധികം ഉണ്ട്. വെരിക്കോസ് വെയിൻ മുതൽ മൈ എക്സ്പീരിയൻസസ് വരെ കാണാലോ. കാണാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത് എക്സിമ ബിഹൈൻഡ് ദി ഇയേഴ്സ് ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഓർമ്മ ഉണ്ടാവും. കുറച്ച് ദിവസമായിട്ടുള്ളൂ. അതൊന്ന് ബാക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിലോട്ട് പോകാം. അപ്പൊ അന്ന് നമ്മൾ ചെയ്തത് ബെഡ് സോറിന്റെ ക്ലാസ് ആയിരുന്നു. സാധാരണ കൊടുക്കുന്ന മെഡിസിന്റെ കൂടെ തന്നെ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. ആർണിക്ക, ഫ്ലൂറിക് ആസിഡ്, മെർക്സോള്, മ്യൂറിയാറ്റിക് ആസിഡ്. ഈ മ്യൂറിയാറ്റിക് ആസിഡിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും സെൻസിറ്റീവ് ആയിരിക്കും, നമുക്കവിടെ ടച്ച് ചെയ്യാൻ പോലും സമ്മതിക്കില്ല, അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിരിക്കും മ്യൂറിയാറ്റിക് ആസിഡ്. മെർക്സോളിന്റെ അൾസറിന്റെ പഞ്ച്ഡ് ഔട്ട് കറക്റ്റ് നമുക്ക് ഇത് കിട്ടും. കുറച്ച് ഉള്ളിലോട്ടായിരിക്കും, എന്നാൽ അതിന്റെ എഡ്ജസ് ക്ലിയർ ആയിരിക്കും, ബ്ലീഡിങ്ങും ആയിരിക്കും. മോർ ദ ബ്ലഡ്, മോർ ദ മെർക്സോൾ ഇൻഡിക്കേറ്റഡ്. ഓക്കെ, പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഇസ്മായിൽ സെഡ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് സൈലീഷ്യ ടെന്നം. സൈലീഷ്യ ടെന്നം സാറ് ഒരു ഡോസാണ് കൊടുത്തത്, പക്ഷെ ഞാൻ 2-3 ഡോസൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ നല്ല റിസൾട്ടാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കൊമഡോൺസ്, ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ യൂജീന ജംബോസ്. ആ യൂജീന ജംബോസിന്റെ വേറൊരു സിംറ്റംസ് വരുന്നത് നമ്മുടെ ക്രാമ്പ്, അതായത് നമ്മുടെ സോളില് ക്രാമ്പ് വരും. ഓക്കെ, യൂജീന ജംബോസിന്റെ നല്ല മഞ്ഞ കളറും നല്ല സ്കാറും മഞ്ഞ കളറും ഒക്കെ ആയിട്ട് കൊമഡോൺസ് തൊട്ടപ്പൊ പൊട്ടുന്ന പോലെ ആയിരിക്കും യൂജീനിയയുടെ ഇത്. അപ്പൊ അങ്ങനെ യൂജീനിയ നമുക്ക് കൊടുക്കണമെങ്കിൽ ആസ്റ്റീരിയ റൂബൻസും കൂടി നമുക്ക് ഓർക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ കൊമഡോൺസ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആസ്റ്റീരിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ PCOD ഓൾസോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിമ്പിൾസ് നമ്മൾ കാണുമ്പോൾ ആദ്യം നമ്മൾ സംശയിക്കേണ്ടത് PCOD ഉണ്ടോ എന്ന് നോക്കണം, മെൻസ്ട്രൽ ഹിസ്റ്ററി ഉണ്ടോ എന്ന് നോക്കണം, ഹെയർ ഫോൾസ് ഉണ്ടോ എന്ന് നോക്കണം, PCODയുടെ അതർ സിംറ്റംസോ ഒബേസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. ആൻഡ് ഇഫ് ഷീ ഈസ് മാരീഡ്, ഇൻഫെർട്ടിലിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക. സെക്കൻഡറി അമിനോറിയ അല്ലെങ്കിൽ പ്രൈമറി അമിനോറിയ ഉണ്ടോ എന്ന് ചോദിക്കുക. കൺഫേം ചെയ്യണമെങ്കിൽ PCOD
also can be treated with eugenia. പിന്നെ എക്സിമ നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിസിൻ സൾഫർ, ഗ്രാഫൈറ്റ്. ഇപ്പോൾ എക്സിമയുടെ രണ്ട് പ്രശ്നമുണ്ട്. എൻ്റെ ഒരു മെയിൻ ഒലിയാൻഡർ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കും. ഒലിയാൻഡർ ആണെങ്കിലും എഡ്ജസ് ഇങ്ങനെ എക്സിമ ഒക്കെ ഉണ്ടാവും, പക്ഷെ എഡ്ജസിലായിരിക്കും കൂടുതൽ ഇത് കാണുക. പ്രത്യേകിച്ച് ഹെയർ ഫോളിക്കൽസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്കിന്നിലാണെങ്കിൽ ഹെയർ ഫോളിക്കൽസ് ഇൻവോൾവ് ആണെങ്കിൽ നമുക്ക് ഒലിയാൻഡർ കൊടുക്കാം. വിങ്ക യൂനോ എല്ലാം കൂടി ഒരു കട്ടി പിടിക്കും. തലയിൽ തന്നെ വരണമെന്നില്ല. തലയിൽ വന്നാൽ നമുക്ക് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മെസേറിയവും വിങ്കയൊക്കെ ഒരുപോലെയാണ്. പക്ഷെ അല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ വിങ്കൻ ഐഡന്റിഫൈ ചെയ്യും? വിങ്കൻ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറും ഇതൊക്കെ കൂടി ഒരു പെട്ടുപിടിച്ച് കിടക്കും. നമ്മൾ പതുക്കെ അത് മാറ്റിയെടുക്കേണ്ടത്. പിന്നെ റെസ്വെനറൻസിന് ഇച്ചിങ്, ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. റെസ്റ്റോക്സിന്റെ ഇറപ്ഷൻ പോലെ ബുള്ളസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ബോയിൽസ് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക വെസൈക്കിൾസ് ആയിരിക്കും. പക്ഷെ ഇച്ചിങ് ഉണ്ടാവും വെനറൻസസിൽ. റെസ്റ്റോക്സും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഇച്ചിങ് വരും വെനറൻസസിൽ. ക്ലമാറ്റിസ് മിക്കവാറും ജെനൈറ്റൽസിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുക. അവിടെ ഇച്ചിങ്ങും എക്സിമയും ഇതൊക്കെ വരുന്നത്. അവിടെ ബോയിൽസ് ഉണ്ട്. മെങ്കാനമസ്റ്റിക്കം ഇൻ ഫോൾസ്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫോൾസിൽ വരുമ്പോഴാണ് മെങ്കാനമസ്റ്റിക്കം കൂടുതൽ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. എത്യോപ്സ് എന്ന് പറയുന്നത് അത് സ്പ്രെഡ് ആവും, പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഡിസ്ചാർജസ് ഉണ്ടാവും, പക്ഷെ ആ ഡിസ്ചാർജ് ബ്ലാൻഡ് ഡിസ്ചാർജ് ആയിരിക്കും. നമുക്ക് ഗ്രാഫൈറ്റിസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാഫൈറ്റിസ് തിക്ക് ഡിസ്ചാർജ് ആണ്. ഇത് മിക്കവാറും വെറുതെ ഒരു വെള്ളം പോലെയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇത്. എക്സിമ ബിഹൈൻഡ് ഇയേഴ്സ് നമ്മൾ പല മെഡിസിൻസും എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ മിക്കവാറും കൊടുക്കുന്നത് ക്രൈസറോബിനും സ്ക്രോഫിലേറിയ നോഡോസ. സ്ക്രോഫിലേറിയ നോഡോസ is one of the best medicine for any glands, especially adenoids. One of the best medicines ആണ് സ്ക്രോഫിലേറിയ. ബ്രസ്റ്റ് ട്യൂമേഴ്സ്, ഫൈബ്രോയിഡ്, ബ്രസ്റ്റ് ട്യൂമേഴ്സ്, ഹോട്ട്സ്കിൻസ് ലിംഫോമ, കണ്ണടച്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയ്ക്കും PQRS ആയിട്ടും സ്പെസിഫിക് എന്നല്ലേ പറയാൻ പറ്റും. ഹോമിയോപ്പതിയിൽ വേർഡ് ഇല്ലെങ്കിലും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് എ ബ്ലൈൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റും ഈ ഗ്ലാൻസിനൊക്കെ. എക്സിമ ബിഹൈൻഡ് ഇതിലാണ്, പക്ഷെ എസ്പെഷ്യലി ബിഹൈൻഡ് ഇയേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ സെർവിക്കൽ ഗ്ലാൻസ് ഒന്ന് നോക്കിയൊക്കെ ചിലപ്പോൾ എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, സ്കാൽപ്പ് എക്സിമ ചിലപ്പോൾ സ്കാൽപ്പിലാണെങ്കിലും നമുക്ക് ഇറപ്ഷൻസ് വരുന്നത് സബ്മാൻഡിബുലർ ഗ്ലാൻഡ് ഇതാണെങ്കിൽ സിസ്റ്റസ് ആലോചിക്കാം. സബ്മാൻഡിബുലർ ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റും ഇതൊക്കെ വരികയാണെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് സിസ്റ്റസ് ഇൻസ്റ്റെഡ് ഓഫ് സ്ക്രോഫിലേറിയ. സ്ക്രോഫിലേറിയയുടെ ഇത് ഹാർഡായിരിക്കും. ഏത് ലിംഫ് നോഡ്സ് ഇൻഫ്ലമേഷൻ ഒക്കെ ഹാർഡായിരിക്കും. ഓക്കെ, അടുത്തത് എക്സിമ ഓഫ് ദ ജോയിന്റ്സ്. Okay, Natramur is one of the best medicines. Ethuza, joints, Ethuza, Mancinella dry skin ആണ്, but popliteal region നമ്മുടെ ജോയിന്റ്സിലൊക്കെ one of the സ്കിന്നിൽ ഇറപ്ഷൻ ഡ്രൈ ആയിരിക്കും. നമുക്ക് ചിലപ്പോൾ അറിയാൻ കൂടിയില്ല, എന്നാലും ഒരു ചെറിയൊരു ഡ്രൈനെസ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇത് മാത്രമേ കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ, പക്ഷെ ചൊറിച്ചിലുണ്ടാവും. അതിനാണ് നമുക്ക് മാൻസിനല്ല ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. എക്സിമ ഓഫ് ദ സ്കാൽപ്പ് നമുക്കറിയാം, മെസേറിയം എല്ലാവർക്കും അറിയാം, നമുക്കറിയാവുന്ന മെഡിസിൻസ്. പക്ഷെ സെലീനിയം നമുക്ക് ആലോചിക്കാവുന്ന മെഡിസിൻ, എസ്പെഷ്യലി ഹെയർ ഫോളും കൂടുതലാണെങ്കിൽ സെലീനിയം ഇസ് എ വണ്ടർഫുൾ മെഡിസിൻ. ഒലിയാൻഡർ നമുക്കറിയാം മിക്കവാറും എഡ്ജസ് ആണ്, മറ്റേ ഹെയറിന്റെ ഏറ്റവും നമ്മുടെ ഫോളിക്കലിന്റെ അടുത്ത് വരുന്ന ഇൻഫ്ലമേഷൻസ് ആണ്. മെസേറിയം ഒക്കെ നമുക്കറിയാലോ. എക്സിമ ആഫ്റ്റർ സീ ബാത്ത് ഓർ സോൾട്ട്, നമ്മൾ ബീച്ചിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിനാണ് നാട്രമ്യൂർ. നാട്രമ്യൂർ നമ്മൾ കൊടുക്കുന്നത് വേറൊരു കാര്യത്തിലും കൂടി കൊടുക്കും, സോഡിയം കൂട്ടാൻ കൊടുക്കും. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സോഡിയം കൂട്ടിങ് നാട്രമ്യൂർ 3x ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. ഇപ്പൊ നാട്രമ്യൂർ 13 കൂടി ആഡ് ചെയ്ത് കൊടുക്കും. ഐ റിയലി ഡോണ്ട് നോ, അത് നിങ്ങളുടെ ഇതാണ്. പക്ഷെ നാട്രമ്യൂർ 3x മാത്രം കൊടുത്താൽ പോലും റിസൾട്ട്സ് കിട്ടും. പൊടിച്ചു കൊടുക്കുക, വെള്ളത്തിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ചാലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തേനിലോ വെള്ളത്തിൽ ചാലിച്ചു കൊടുക്കുക,
കാരണം മിക്കവാറും ഈ സോഡിയം കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് ഡിസോറിയന്റഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചാലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇംപ്രൂവ്മെന്റ് വരും. ഓക്കെ. പിന്നെ ഫിഷർ ആൻഡ് ചാപ്സ്. ഓക്കെ, സോറി, സരസപ്പെർല. സരസപ്പെർല വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഫിഷർ ആൻഡ് ചാപ്സ്, എസ്പെഷ്യലി കാലിന്റെ പുറകില്. സരസപ്പെർല എന്ന് പറഞ്ഞാൽ നമ്മുടെ നറുനണ്ടിയാണ്. അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വരും, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഓഫ് ദ RBC കൂടും, ആൻഡ് ഹീലിംഗ് ഫാസ്റ്റർ ആവും. ക്രാക്സ് ഉണ്ടാവും, നല്ല ക്രാക്സ് ഉണ്ടാവും. ഓക്കെ, കാലിലൊക്കെ. പിന്നെ എക്സ്റ്റേണൽ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കാലണ്ടുലം, ഇച്ചിനീഷ്യം, ഓക്കെ, കാലണ്ടുല, ഇച്ചിനീഷ്യ, പിന്നെ ഇത് കുർക്കുമേ, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ആയിട്ടും അപ്ലൈ ചെയ്യും. ഓയിലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹീലിംഗ് ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ. മെലാൻഡ്രിനം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. പിന്നെ സിസ്റ്റസ് സെർവിക്കൽ ഗ്ലാൻഡ് ഇൻവോൾവ് ആണെങ്കിൽ ഫിഷർ ഉണ്ടാവും. പക്ഷെ നാവിലൊക്കെ ഫിഷർ വന്നു കഴിഞ്ഞാൽ നാവ്, ഗംസിലൊക്കെ അല്ലെങ്കിൽ പാലറ്റിലൊക്കെ ഫിഷർ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. സെർവിക്കൽ ഗ്ലാൻഡ് ഇൻവോൾവ്ഡും കൂടി ആണെങ്കിൽ. ഇനിയിപ്പോ സെർവിക്കൽ ഗ്ലാൻഡ് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിലും സിസ്റ്റസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻ ആണ്. അതായത് ഇങ്ങനെ സോഗി പോലെ ഇരിക്കും സെർവിക്കൽ ഗ്ലാൻഡ്സ് ഒക്കെ, ഇങ്ങനെ വലുതായിട്ട് ഒരുമാതിരി നമ്മൾ പറയില്ലേ ഇങ്ങനെ തൂങ്ങിക്കെടുക്കും, അത്രയ്ക്ക് പസ് ഉണ്ടാകും ചിലപ്പോൾ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകൾക്ക് സിസ്റ്റസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. പിന്നെ ഹെർപ്പിസ് ഓൺ ഫോൾഡ്സ്. ഹെർപ്പിസ് നമ്മുടെ കൈ, കാല്, ഫോൾഡ്സിൽ വരുന്നത്. ബാക്കി ഹെർപ്പിസ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. റെനങ്കുലസ് ബൾബോസിസം, മക്സോള്, വിവർ, അത് അങ്ങനെ എല്ലാ ഇപ്പൊ നൈട്രിക് ആസിഡ്, കോസ്റ്റിക്കം, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന മെഡിസിൻസ് ആണ്. ഇപ്പൊ ഹെർപ്പിസ് ഫോൾഡിലാണെങ്കിൽ നാട്രമ്യൂർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ഓക്കെ. പിന്നെ ഹെർപ്പിസ് ഓൺ തൈ. ഹെർപ്പിസ് ഓൺ തൈ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് HIV ഉണ്ടോന്ന് ആദ്യം നോക്കുക. ഹെർപ്പിസ് ഓൺ തൈ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോ കണ്ടിട്ടുണ്ടെങ്കിലും ഗ്ലൗസ് ഇടാതെ എക്സാമിൻ ചെയ്യരുത്. ജെനൈറ്റൽസിൽ ഹെർപ്പിസ് ആണെങ്കിലും തൈസിൽ ഹെർപ്പിസ് ആണെങ്കിലും ഗ്ലൗസ് ഇടാതെ ആ പേഷ്യന്റിനെ തുടരുത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വാർണിംഗ്. മെഡിസിൻ ഒക്കെ പിന്നെ, കാരണം വെച്ചാൽ HIV കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ യു ഹാവ് ടു ബി ഫസ്റ്റ് സേഫ് ഗാർഡ് യുവർ സെൽഫ്, then safeguard then examine the patient. Sorry, herpes of the thigh. Okay, അത് വരുന്നത് നമ്മുടെ ഇത് എന്താ പറയുക, മലേറിയ ഒഫീഷ്യനാലിസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. പിന്നെ ബാക്കിയുള്ള മെഡിസിൻസ്, ഹെർപ്പിസിന് ഡോളിക്കോസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഡോളിക്കോസിന്റെ വേറെന്താ ഡോളിക്കോസിന്റെ വേറെ ആക്ഷൻസിൽ ലിവറിന്റെ മറ്റേ ഗോൾ സ്റ്റോൺ, ഒബ്സ്ട്രക്റ്റീവ് ഗോൾ സ്റ്റോൺ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസിന് ഡോളിക്കോസ് നല്ലതാണ്. ഡോളിക്കോസിന്റെ അടുത്ത പരിപാടി മ്യൂക്യൂന അല്ലെങ്കിൽ ഡോളിക്കോസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻസ്. ഓക്കെ. നമ്മുടെ നായ്ക്കൊറണപ്പൊടി, ഇയാള് വിട്ട് കാശുണ്ടാക്കിയതാണ്. ഏത്? നമ്മുടെ കുന്നത്ത് ഫാർമസിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അയാളുടെ ഈ സാധനം നായ്ക്കൊറണപ്പൊടി പൊടിച്ചു കൊടുത്ത് കാശുണ്ടാക്കിയതിന് ഒരു കൈയും കണക്കില്ല. അപ്പൊ ഡോളിക്കോസ് നമുക്കുണ്ടായിട്ട് പക്ഷെ നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ പറയും അയാള് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഡോളിക്കോസിന്റെ 2-3 ആക്ഷൻ ഇതൊക്കെയാണ്. പിന്നെ ഫ്രെക്കിൾസിന്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കൊമഡോൺസ്. കാണാലോ, കൊമഡോൺസ് പറഞ്ഞാൽ ചെറിയ ഇതും വരും, പക്ഷെ അത് ഇതുമായിട്ട് വരും, ഇത് വരും. ഇങ്ങനത്തെ ഇതാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ബ്യൂട്ടീഷ്യനൊക്കെ നമുക്ക് പഠിക്കണം. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ചെയ്തു കൊടുക്കുന്നതാണ്. ശരിക്കും മുഖത്ത് നല്ല സ്റ്റീം ചെയ്യിക്കും ഇങ്ങനത്തതാണെങ്കിൽ. ഓക്കെ, നല്ലോണം സ്റ്റീം ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ബി
ആ പോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ് റിമൂവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരും. ഓക്കെ, 10 രൂപയുടെ 10-15 രൂപയുടെ ഡാർക്ക് ഹെഡ് ഇത് റിമൂവറും പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റീമറും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ദിസ് ബ്യൂട്ടി പാർലർ വർക്ക് നമ്മുടെ ക്ലിനിക്കിൽ വിത്ത് നമ്മളുടെ മെഡിസിനും കൊടുക്കുക. ഞാൻ ചെയ്യണതിന്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇതില്ലേ ഹൈഡ്രോകോട്ടയില് ബെർബറസ് വൾഗാരിസ് സീക്കേൽ കോർ പ്ലസ് ഒരു നല്ലൊരു ഫേസ് പാക്ക് പോലെ ചെയ്തിട്ട് ഫേസ് ലോഷൻ ഉണ്ടാക്കും റോസ് വാട്ടറിൽ, എന്നിട്ട് അത് സ്പ്രേ ചെയ്യിക്കും. യു ഗെറ്റ് ദ സ്പ്രേ, ആ ഒരു ബോട്ടില് യു ഗെറ്റ് ഇറ്റ് ഇൻ മാർക്കറ്റ് 9 രൂപ 10 രൂപ ഉള്ളു. ശരിക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പഞ്ഞി വെച്ചിട്ട് ഒന്ന് തുടയ്ക്കാൻ പറയും. തുടയ്ക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കുർക്കുമ വേണമെങ്കിൽ ഇടാം, പക്ഷെ കുർക്കുമ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു 2-3 തുള്ളി മാത്രമേ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുഖത്ത് മഞ്ഞപ്പാട് വരും. അപ്പൊ അതെന്താ ചെയ്യാന്ന്, കാമോമില്ല ഓൾസോ വെരി ഗുഡ് ക്ലീൻസർ ആണ്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ടിഞ്ചർ യു ക്യാൻ ആഡ് ഇറ്റ് ഇൻ മിൽക്ക് ആൻഡ് വാഷ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കുർക്കുമ അല്ലെങ്കിൽ കലണ്ടുല അല്ലെങ്കിൽ കാമോമില്ല മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് ഹൈഡ്രോകോട്ടയിൽ അതൊക്കെ ബെർബറസ് അക്യുഫോളിയ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മിൽക്കിൽ അപ്ലൈ ചെയ്യാം. മിൽക്ക് വേണമെങ്കിൽ ഇത്തിരി ചൂടാക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ കോൾഡ് മിൽക്കിൽ ഇട്ടിട്ട് ശരിക്കും വൈപ്പ് ചെയ്യാൻ പറയാം കോട്ടൺ വെച്ചിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ പോസ് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ ഇതൊരു ക്ലിൻസർ ആയിട്ട് ഉപയോഗിക്കും. നമുക്കും ഫേസ് വാഷസ് ഉപയോഗിക്കാം. നമ്മളിപ്പോ മാർക്കറ്റിൽ നിന്ന് മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും എന്താ ചെയ്യണത്, ഹോമിയോപ്പതി പ്രൊഡക്ട്സേ ഉപയോഗിക്കൂല. നാട്ടിലുള്ള വല്ല ലാക്മേഡയും ഒക്കെയാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മളിത് ഉണ്ടാക്കി വെക്കുക, യു അപ്ലൈഡ് 100% ഡിഫറൻസ് ആണ് മറ്റേ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫേസ് വാഷും ഫേസ് ലോഷൻസ് ഉപയോഗിക്കുമ്പോൾ. നമ്മളുടെ മെഡിസിൻസ് വെച്ച് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് യു മച്ച് ബെറ്റർ റിസൾട്ട് ഇൻ എനി സ്കിൻ കണ്ടീഷൻ, ഈവൻ ഇൻ കോസ്മെറ്റോളജി. ദിസ് ഈസ് ഫ്രിക്കിൾസ്. ഓക്കെ, ഇങ്ങനത്തെ കണ്ടീഷൻസിന് നമ്മളുടെ മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ സീക്കേൽ കോർ, പിന്നെ ലൈക്കോപോഡിയത്തിന്റെ എക്സാക്ട് ആണ് ബ്രൗൺ സ്പോട്ട്സ്. ഇതിന് ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്രൗൺ സ്പോട്ട്സ് ഓൺ ദ ഫേസ്, ബ്രൗൺ സ്പോട്ട്സ് ഓൺ ദ ബോഡി. Lycopodium is one of the best medicines. Sepia is another best medicines. Natrum carb is a medicine. ഞാനത് കോസ്മെറ്റോളജി ഇത് കഴിയുമ്പോൾ ഒരു കുറച്ച് നേരം ഉണ്ടാവും. I will explain it to you. നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് വേണ്ടി വരുന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ കാണിച്ചോ എന്നറിയില്ല, നേരത്തെ വാട്സിന്റെ കോൺസ് ആണിത്. ഓക്കെ, പോയതാണ് കോൺസ് ഒക്കെ. ആ കോൺസിന്റെ വലിപ്പം കണ്ടോ? അപ്പൊ കോൺസ് മാറിയതാണ്. അതിന്റെയൊക്കെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഏത് മെഡിസിൻ യൂസ് ചെയ്താലും ഇത് വരും. ഹയർ പൊട്ടൻസിയിലാണ് ഈ കോൺസിന് കൊടുക്കാറ്. ആന്റിം ക്രൂഡ് കൊടുക്കാറുണ്ട്, സൈലീഷ്യ കൊടുക്കാറുണ്ട്, പിന്നെ കാൽത്ത കൊടുക്കാറുണ്ട്. ഓക്കെ, കാൽത്ത പാൽസ്റ്റ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഫൈബ്രോയിഡ്സ്. ഹൈപ്പർടെൻസി 10M ഒക്കെ ആയിരിക്കും. 10M 1M 10M. രമാദേവി ഡോക്ടർ അമ്പാടി മാഡം എന്തോ ചോദിക്കാനായിട്ട് അഡ്വൈസ് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു മാഡം? ഞാൻ പറഞ്ഞോട്ടെ. ആ പറ ഡോക്ടറെ. കോംഡോമിനറ്റി പറഞ്ഞപ്പോഴാണ് സാധത്തെ നമ്മള് ഈ ന്യൂ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷന് നമ്മള് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് നടത്തിയ സമയത്ത് ഒരു കോംഡമായിട്ട് ഒരു ലേഡി വന്നിട്ട്, അവർക്ക് അന്ന് എനിക്ക് PCOD എന്നറിയില്ല, സ്റ്റേജ് 11th സിംറ്റം ആണെന്ന് നമുക്ക് സംശയം തോന്നിയിട്ട് ഞാൻ സാധത്തെ എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. നമ്മൾ കൊടുത്തത് തൂജ 10M പിന്നെ യൂജീനിയ കൊടുക്കാൻ നോക്കിയപ്പോ യൂജീനിയ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കൊടുത്തത് ബെർബറിസ് അക്യുഫോളിയാണ്. അപ്പൊ യൂജീനിയെ പറ്റി പറഞ്ഞപ്പോ മോനെ അന്ന് അറിയില്ല യൂജീനിയ. ഞാൻ പറഞ്ഞു ബോറിക്ക് വായിക്കാൻ പറഞ്ഞു. അന്ന് ടീച്ചറൊന്നും സാധത്തിന് അറിയില്ല അധികം. അപ്പൊ യൂജീനിയ ഒന്ന് ബോറിക്കിൽ വായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞു. ആ ലേഡി അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു 2 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയിരുന്നു. അവർക്ക് PCOD ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് മിഠായി കൊണ്ടു തന്നു. ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തിന് മുമ്പ് ഇവിടെ കാളികുളങ്ങര അമ്പലത്തിൽ ഒരു ഉത്സവം വന്നപ്പോ അവര് കലം വയ്ക്കാൻ ഇവിടെ വന്നിരുന്നു.
എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ ഇത് ഞങ്ങളുടെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഉണ്ടായ കുട്ടിയാണെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ കാണിച്ചു. 25 വയസ്സുണ്ട് ആ കുട്ടിക്ക്, പെൺകുട്ടി. ഓർമ്മയുണ്ട? യൂജിനിയ പറഞ്ഞത് ഓർമ്മയുണ്ടോ അദ്ദേഹത്തിന്? ഓർമ്മയുണ്ട്, ആ ബുക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അത് പറയാനല്ലേ ഞാൻ മറന്നു പോകുമോനെ, അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി പ്രൂറൈറ്റിസ്, വെറുതെ ഇച്ചിങ് ഉണ്ടാവും. സാധാരണ നമ്മൾ സൾഫർ സാൽവ് ഇതൊക്കെ കൊടുക്കുമെങ്കിൽ യു ട്രൈ ദിസ് മോർഫിനം. പ്രൂറൈറ്റിസ് വിത്തൗട്ട് വേറെ കാര്യങ്ങളൊന്നും തന്നെ, വെറുതെ ഇരുന്ന് ചൊറിയും. കനാബിസ് ഇൻഡിക്ക ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആ ചൊറിച്ചല് ചിലപ്പോ പറയും എന്തൊക്കെയോ എഴയണ പോലെ തോന്നും ഡോക്ടറെ എന്ന് പറയും. വെറുതെ പറയും ഡോക്ടറെ ചൊറിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്തോ എഴയണ പോലെ, ഇവിടെ കണ്ണിന്റെ അടിയിൽ എന്തോ എഴയണ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോകും. വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ അങ്ങനെ ഒരു സിംറ്റംസ് കിട്ടിക്കഴിഞ്ഞാല് കനാബിസ് ഇൻഡിക്ക. ഓക്കെ, നമ്മളെ കഞ്ചാവ് അത് തന്നെ. മോർഫിനം വേറെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. റേഡിയം ബ്രോമൈഡ്. റേഡിയം ബ്രോമൈഡ് നമുക്കറിയാം സ്കിന്നിലെ വൺ ഓഫ് ദ കിങ് ഓഫ് സ്കിൻ റെമഡീസ് എന്ന് തന്നെ പറയാം റേഡിയത്തിനെ. ഓക്കെ, ഈ റേഡിയത്തിന്റെ വേറൊരു ഇതുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡെങ്ക്യൂക്കും നല്ല മെഡിസിനാണ് പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ. എക്സ്റേയുടെ കൂടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിനിലൊന്നാണ് റേഡിയം. റേഡിയത്തിന്റെ അടുത്ത ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കീമോതെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഈ കീമോതെറാപ്പി കഴിയുമ്പോൾ എല്ലാ ബ്ലഡ് സെൽസും എല്ലാ പ്ലേറ്റ്ലെറ്റും ഇതൊക്കെ കുറയുമ്പോൾ കീമോയുടെ എഫക്റ്റ് മാറ്റാനും മുടി കൊഴിച്ചിലിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റേഡിയം. റൂമക്സിന്റെ കാര്യം അറിയാം. നമ്മള് കാല് പൊക്കിയിട്ട് വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറിക്കഴിയുമ്പോഴായിരിക്കും ചൊറിച്ചിൽ വരിക. ദാറ്റ് ഈസ് എ ഇൻഡിക്കേഷൻ ഓഫ് റൂമക്സ്. ആംബ്രയും ക്ലെമൈറ്റീസും ഇതുപോലെ തന്നെ ചൊറിച്ചിൽ വരുന്നത് ജെനൈറ്റൽസിന്റെ ഭാഗത്താണ്. ആംബ്രയുടെ ഒരു സ്മെല്ല് വരും ബോഡിയിൽ. സ്കിൻ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഒരുമാതിരി എന്താ പറയാ, ഒരു ഒഫെൻസീവ് പ്യൂരിറ്റിഡും അത്രയ്ക്ക് പ്യൂരിറ്റിഡും അല്ല, പക്ഷെ നമ്മളൊരുമാതിരി ഒരു സൊറൈനത്തിനേക്കാളും കുറച്ചും കൂടി ഒരു രൂക്ഷമായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ വല്ലതും നമ്മുടെ മനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഇത് ആംബ്രയുടെ ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എൻ്റെ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ എൻ്റെ മെഡിസിൻ എടുക്കുന്നിടത്തേക്ക് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെയും സ്മെല്ല് കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം എന്തോ പോകേണ്ടതായിരിക്കും. ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ മണം വരണ്ടല്ലോ. ആ ഡോക്ടർ ആ പേഷ്യന്റ് വന്നതിന് ശേഷം വന്നതാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇത് മാറിയത് എന്താണെന്ന് വെച്ചാൽ സൊറൈനം ആൻഡ് ആംബ്രൈൻ. ഓക്കെ, പ്രൂറൈറ്റിസ് നമ്മുടെ ഹിപ്പില്, നമ്മുടെ ഈ അരയ്ക്കും ചൊറിച്ചിൽ വരും. ഒരു അരയിൽ വരും, ഒരു റൈറ്റിലെ അരയിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് അങ്ങനെ മാറി മാറി ചിലപ്പോൾ നമുക്ക് കിട്ടും. ഒരെണ്ണം കുറയുമ്പോൾ അടുത്ത ചൊറിച്ചിൽ വരും. അവിടുത്തെ ചൊറിച്ചിൽ നമ്മൾ ഇങ്ങനെ ചൊറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്ഥലത്ത് വരും. പ്രൂറൈറ്റിസ് ഇൻ ദ ഹിപ്പ് ചേഞ്ചസ് ഹിപ്സ്. സ്റ്റെഫിസാഗ്രിയ. ഓക്കെ, പ്രൂറൈറ്റിസ് അഗ്രവേഷൻ അൺഡ്രസ്സിംഗ്, ഒലിയാൻഡർ, റൂമക്സ് ആൻഡ് മെനിസ്പെർമം. ഓക്കെ, ഇതിനൊന്നും വലിയ കണ്ടമാനം ലെറ്ററും ഇതൊന്നും ഇല്ല. ഓക്കെ, ഇത് ബോറിക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു വരിയോ 2 വരിയോ കാണുള്ളൂ. പക്ഷെ ഹൗ ഡസ് വി മേക്ക് ഇറ്റ് എസ് മെനിസ്പെർമം അത് കൊടുത്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഈ റെയർ മെഡിസിൻ, ഇതൊന്നും റെയർ മെഡിസിൻ അല്ല. റെയർ മെഡിസിൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മെനിസ്പെർമം എനിക്ക് റെയർ അല്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു പ്രാവശ്യം കൊടുത്തു, എനിക്ക് റിസൾട്ട് കിട്ടി, ഞാനത് വരുന്ന മിക്കവാറും പേഷ്യൻസിന് കൊടുക്കുന്നു. അപ്പൊ ആ മെനിസ്പെർമം എന്ന് പറയുന്നത് എനിക്ക് റെയർ അല്ല, പക്ഷെ വേറൊരാൾക്ക് അത് റെയർ മെഡിസിൻ ആയിരിക്കാം. കാരണം അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ മെഡിസിൻസ്, ഇങ്ങനത്തെ പേര് കേൾക്കുമ്പോൾ അത് റെയർ സാധത്ത എവിടെ നിന്നൊക്കെ തപ്പി അല്ല. ഇത് ഇങ്ങനെ നമ്മൾ ആക്സിഡന്റലി ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ വായന്ന് വീഴുന്നതായിരിക്കും. നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്യാന്നുള്ളതാണ്. അത് കൊടുത്ത് റിസൾട്ട് കിട്ടുമ്പോൾ പിന്നെ നമ്മളുടെ ചെസ്റ്റിലോട്ട് ആയത്, നമ്മളുടെ ഫാർമസിയിലോട്ട് അത് വന്നു, അടുത്ത പേഷ്യന്റ് അതുപോലെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നു, റിസൾട്ട് വരും. അപ്പൊ ദിസ് ബിക്കംസ് നമ്മളുടെ കോമൺ മെഡിസിനും ബാക്കിയുള്ളവരുടെ റെയർ ആവാം.
പക്ഷെ ഒരു മെഡിസിനും റെയർ അല്ല. എനിക്ക് റെയർ ആവണത് നിങ്ങൾക്ക് റെയർ ആവില്ല, നിങ്ങൾക്ക് റെയർ ആവണം മറ്റൊരാൾക്ക് റെയർ ആവണമെന്നില്ല. ഓക്കെ, അപ്പൊ റെയർ മെഡിസിൻ എന്ന് പറയേണ്ടത് ഒന്നും ഇല്ല. ഇറ്റ് ഈസ് വിത്ത് നമ്മളുടെ ഇതാണ്. ഓക്കെ, പിന്നെ സോറിയാസിസിന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാധനമാണ് ഫോസ്ഫറസ്. ഡോക്ടർമാര് ഡൈരിയായിട്ട് കൊടുക്കാത്തൊരു സാധനമാണ് ഫോസ്ഫറസ്. ഓക്കെ, ഫോസ്ഫറസിന്റെ ഒരു ഇൻഡിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയില്ല, ചിലപ്പോ വെള്ളം തട്ടുമ്പോ അത് കത്തും, അല്ലെങ്കിൽ വെള്ളം തട്ടുമ്പോ ഓക്സിജൻ നമ്മള് സ്കിന്ന് എക്സ്പോസ്ഡ് ആവുമ്പോ അത് ചൊറിച്ചിൽ തുടങ്ങും, അല്ലെങ്കിൽ അത് ബേണിംഗ് തുടങ്ങും. ഫോസ്ഫറസിന്റെ ഇതാണ് ഗന്ധകമാണ്, അവൻ കത്തും. എയർ ആയിട്ട് എപ്പോ മിക്സ് ചെയ്താലും അവൻ കത്തും. അപ്പൊ ചിലപ്പോ ബേണിംഗ് ആയിരിക്കും, ചിലപ്പോ അത് പൊള്ളച്ചു വരും. സോറിയാസിസ് ബുട്ടേറ്റ്, മറ്റേ വെറ്റ് സോറിയാസിസിലും മറ്റേ ഇതിലൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ആണ് ഫോസ്ഫറസ്. പക്ഷെ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊട്ടൻസിയാണ്. ഗോ ഫോർ ദ ലോവർ പൊട്ടൻസി. എന്നാൽ താഴ്ത്തിയും ചെയ്യരുത്. 30 is the safest. 30 നിങ്ങൾ റിപ്പീറ്റ് ചെയ്തോ. ഓക്കെ, മെങ്കാനം അസറ്റിക്കത്തിന്റെ തിക്നെസ് ഉണ്ടാവും. ഓക്കെ, അതിന്റെ കൂടെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ബാക്കി എല്ലാ മെഡിസിൻസും എല്ലാവർക്കും അറിയാം, ഇത് ഞാൻ കുറച്ചും കൂടി ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ സൊറൈനത്തിന്റെ കൂടെ തുജാം, തൈറോയിഡിനം. ഓക്കെ, തൈറോയിഡിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സോറിയാസിസ്. പിന്നെ സോറിയാസിസ് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം. ഓക്കെ, ആന്റിമയാസ്മെറ്റിക് ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ആന്റിമയാസത്തിന്റെയാണ്. മയാസത്തിന് ശരിക്കും ഒരു ഫുൾ ഡേ ക്ലാസ് തന്നെ വേണം, ഒരു 1 hour ക്ലാസ് എങ്കിലും വേണം ഓൺ മയാസം. കാരണം മയാസം 1994 എന്റെ തീസിസ് പേപ്പർ ആയിരുന്നു. അപ്പൊ മയാസം വരുമ്പോ എനിക്ക് കുറച്ചും കൂടി മയാസം എന്ന് പറയുന്നത് നമ്മൾ ഈ കുറെ വാരി വലിച്ച് എഴുതുന്നതോ വാരി വലിച്ച് ചിന്തിക്കുന്നതല്ല. മയാസം എന്ന് പറഞ്ഞാൽ ശരിക്ക് 1, 2, 3 ഇറ്റ്സ് ടു ഷോർട്ട്. കണ്ണടച്ചാ മയാസം പറയാൻ പറ്റും എല്ലാവർക്കും. അപ്പൊ ഒരു ഡിസീസിൽ പല സ്റ്റേജസിൽ പല മയാസങ്ങളാണ്. ഒരു പാത്തോളജി ഒരു സിംറ്റംസിൽ ഇങ്ങനെ പോണം. സോ അത് ശരിക്കും ഒരു 1 hour എനിക്ക് തരുകയാണെങ്കിൽ ഐ കൻ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ഇൻ എ വെരി സിമ്പിൾ മാനർ. എനിവൺ കൻ അണ്ടർസ്റ്റാൻഡ്. മയാസം ബാലി കയറ മല അല്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ഈസിയസ്റ്റ്. ആൻഡ് ഹോമിയോപ്പതിക്കാർക്ക് ഏറ്റവും എളുപ്പം 5 minutes യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് എ മയാസം. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് മയാസം കിട്ടും. നമ്മൾ തല കുത്തി മറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ മയാസം ഇമ്പോർട്ടന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻസ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആക്റ്റീവ് സ്റ്റേജസിൽ കൊടുക്കരുത്. ഫോലിയേഷൻസ് ഉണ്ട്, സ്കിന്ന് ഭയങ്കരമായിട്ട് കൊഴിയുന്നു, അല്ലെങ്കിൽ തിക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഇച്ചിങ്ങൾ, അങ്ങനെയുള്ള ഒരു അക്യൂട്ട് ഫേസസിൽ ഒരു കാരണവശാലും 90% ഓഫ് ദ സ്കിൻ ഡിസീസസിന്, പ്രത്യേകിച്ച് സോറിയാസിസിന് കോൺസ്റ്റിറ്റ്യൂഷൻസ് മെഡിസിൻ കൊടുക്കരുത്. ഓക്കെ, അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസസ് ആണ്. പലരും പല വിധത്തിലായിരിക്കും. പക്ഷെ മൈ എക്സ്പീരിയൻസ് ടെൽസ് യു ദാറ്റ് യു ഹാവ് ടു ബി ലിറ്റിൽ മോർ സേഫർ. കാരണം വെച്ച് കഴിഞ്ഞാൽ സോറിയാസിസിന് ഇറ്റ് ഈസ് ഇതാണ്, ഓട്ടോ ഡിസ്ട്രക്ഷൻ ആണ് ബേസിക്കലി. അപ്പൊ ഓട്ടോ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ട്യൂബക്കുലർ മയാസം അല്ലെങ്കിൽ വേവറി ഇതാണ്. ഇപ്പൊ ഇത് അടുത്ത മൊമെന്റിൽ ഇങ്ങനെ മാറി മാറി ഓട്ടോ ഡൈജഷനും ഓട്ടോ ഡിസ്ട്രക്ഷനും വരുമ്പോൾ മയാസം വരിക മിക്കവാറും ട്യൂബക്കുലർ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കും. ഹൈപ്പർ ആക്ടിവിറ്റി വരുമ്പോൾ അത് മിക്കവാറും അക്യൂട്ട് ഫേസസിലായിരിക്കും കൂടുതൽ കാണിക്കുക. ആ സമയത്ത് അനദർ മെഡിസിൻ അത് ബൊമ്പാർഡ് ചെയ്യണ അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി ഫ്ലെയർ അപ്പ് ചെയ്യണ മെഡിസിൻസ് കൊടുക്കരുത്. ദിസ് ഈസ് എ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഇൻ ദ കേസ് ഓഫ് സോറിയാസിസ്, ലൈക്കൻ പ്ലാനസ്, അതുപോലെ വിറ്റിലിഗോ. ഓക്കെ,
വെറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡോർമയുടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റേജസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കയറിയിട്ട് കൊളുത്തി കഴിഞ്ഞാൽ ചിലപ്പോ വേറെ പല സ്ഥലത്തും വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ മയാസ്മറ്റിക് പ്രിസ്ക്രിപ്ഷൻ ആണോ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രിപ്ഷൻ ആണെങ്കിലും ലോവർ പൊട്ടൻസി അല്ലെങ്കിൽ മീഡിയം പൊട്ടൻസി 200 ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻസിൽ പോവാതെ യു ക്യാൻ ഗിവ് ഇറ്റ്. ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി അൾസേഴ്സിൽ മിക്കവാറും എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഒന്നാണ് സിഫിലിനോ പയോനിയ. നമ്മൾ വേറെന്തിനാ ഉപയോഗിക്കാം? പയോനിയ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഫിഷേഴ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഫിഷേഴ്സ്. സിഫിലിനം പിന്നെ പറയണ്ട. എനി അൾസർ വിത്ത് എന്താ പറയുക, പഞ്ച്ഡ് ഔട്ട് അൾസർ, ചിലപ്പോൾ പെയിൻലെസ് അൾസർ. ഓക്കെ, സിഫിലിനത്തിന്റെ വൺ ഓഫ് ദ അനദർ ബെസ്റ്റ് ഇൻഡിക്കേഷൻ സ്നഫൽസ്, കുട്ടികളിൽ ഉണ്ടാവുന്ന കുറുങ്ങല്. അതില് സിഫിലിനം കഴിഞ്ഞിട്ട് നമ്മൾ സാംബുക്കസ് ഗിംബുക്കസ് എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ സിഫിലിനം കൊടുക്കുക. കാരണം വെച്ചാൽ ഷാ എന്ന് പറഞ്ഞിട്ട് ഗൈനക്കോളജി ടെസ്റ്റ് ഉണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാവും മിക്കവാറും. പക്ഷെ അതില് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കൊടുക്കാത്ത ഒരു വരിയുണ്ട്, ജസ്റ്റ് 1 ലൈൻ. ഇപ്പോഴും നിങ്ങൾ ഷായുടെ ഗൈനക്കോളജി ബുക്ക് എടുത്ത് നോക്കിയോ, ടേർഷ്യറി സിഫിലിസ് അല്ലെങ്കിൽ സിഫിലിസിന്റെ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻസിന്റെ സിഫിലിസിന്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്നഫൽസ് ഈസ് ഡ്യൂ ടു എ ടേർഷ്യറി സിഫിലിറ്റിക് ഓഫ് ദ പാരന്റ്സ്. അതായത് ഹെറിഡിറ്ററിയുടെ എവിടെയെങ്കിലും സിഫിലിറ്റിക് എന്ന് പറയുന്നത് സിഫിലിസ് ആവണമെന്നില്ല, സിഫിലിറ്റിക് മയാസത്തിലും വരാം. മനസ്സിലായോ? അതുകൊണ്ടാണ് സിഫിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ടേർഷ്യറി സിഫിലിസിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് സ്നഫൽസ്. സോ ഗോ റീഡ് ദാറ്റ് ബുക്ക്. നമ്മുടെ ഹോമിയോപ്പതി എത്രയോ മുമ്പ് ഹനിമാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കോറിലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്ട് മെഡിസിൻസ് വരിക. സിഫിലിനം ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. നിങ്ങൾ വായിക്കുക, ട്രൈ ദാറ്റ് ഔട്ട്. ഓക്കെ, ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാൻ വേണേ. ഓക്കെ, വെരിക്കോസ് വെയിൻ എനിക്ക് തോന്നുന്നു കുറെ എടുത്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഒന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ വെരിക്കോസ് വെയിനിലോട്ട് കൂടുതൽ പോകുന്നില്ല. വെരിക്കോസ് വെയിൻ ഞാൻ കുറെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാനുള്ള. ഓക്കെ, പിന്നെ ആർട്ടിക്കേരിയൽ റാഷസ്. ആർട്ടിക്കേരിയൽ റാഷസ് വന്ന ആദ്യം നമ്മൾ എന്താ ആലോചിക്കുക? ആർട്ടിക്ക യൂറൻസ് അല്ലേ? നേരെ ആലോചിക്കുക. ആർട്ടിക്ക യൂറൻസ് കഴിഞ്ഞിട്ട് വേറെ മെഡിസിൻ ഉള്ളൂ നമുക്ക്. ബോംപിക്സ്, BOMPYX, ബോംപിക്സ്. ആർട്ടിക്ക ഇതിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. അതുപോലെ അഗെയിൻ മൈ ഫേവറേറ്റ് ഫോസ്ഫറസ് എപ്പിസ്മെല്ല്. ഇവൻ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിന് പോലും ഈ ഫ്ലെയേഴ്സ് ഒക്കെ വരുന്നതിന് ഫോസ്ഫറസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. അഗെയിൻ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ ആണ്. ബേണിംഗ്, സ്വെല്ലിംഗ് ഫോസ്ഫറസിനുണ്ട്. അപ്പോൾ ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോസ്ഫറസ് ബേണിംഗ് ഉണ്ടാക്കും, ഫ്ലെയർ ഉണ്ടാക്കും, വീൽസ് ഉണ്ടാക്കും. ഓക്കെ, ബോംപിക്സ് എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അർട്ടിക്കേരിയ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ റാഷസ് വരും, ഇച്ചിങ് ഉണ്ടാവും. അർട്ടിക്ക യൂറൻസ് നമ്മൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസിൽ ബോംപിക്സ് കൊടുക്കാം. ടിഞ്ചസ് അവൈലബിൾ ആണ്. അതുപോലെ ആന്റിപൈറം നമ്മൾ കൊടുക്കുന്നത് ഫീവർ ആണ്. ഫീവർ വിത്ത് റാഷസ് ആണെങ്കിൽ ആന്റിപൈറം വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. നമ്മുടെ ഫീവർ വിത്ത് റാഷസ് ഉള്ള മെഡിസിൻസിൽ ഫീവർ വിത്ത് റാഷസ് ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഏത് ഹാൻഡ് ആൻഡ് ഫുട്ട് ഡിസീസസ്, കിസ്സിംഗ് ഡിസീസ്, ഇതൊക്കെ ഹാൻഡ് ആൻഡ് ഫ്രൂട്ട് മെഡിസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ്. റെസ്റ്റോക്സ് അതൊക്കെ ഉണ്ട്, മെർക്സോള്, റെസ്റ്റോക്സ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. അതിന്റെ കൂടെ തിങ്ക് അബൌട്ട് ആന്റിപൈറം. ക്ലോറാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിന്റെ ഇതിന്റെയും ഒരു വകഭേദമാണ്. ക്ലോറാലത്തിന് ഇറിറ്റേഷൻസ് കൂടും, ആർട്ടിക്കേരിയൽ റാഷസ് പെട്ടെന്ന് ഉണ്ടാവും ബോഡിയിൽ. റീഡ് ദാറ്റ്. ബോറിക്കില് ഒരു വരിയൊക്കെ ഇറ്റാലിക്സിൽ കൊടുക്കുന്ന മെഡിസിൻസ് ആണ്, 1 ലൈനേ ഉള്ളൂ. പക്ഷെ
ഇതിനൊന്നും നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലനേഷൻസ് ഉണ്ടോന്ന് വെച്ചാൽ ബോറിക്കലി ഇല്ല. യു ഹാവ് വൺ സെന്റൻസ് അല്ലെങ്കിൽ വൺ ലൈൻ. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ട്രയോസ്റ്റിയം പെർഫോലിയ. ഓക്കെ, ട്രയോസ്റ്റിയം പെർഫോലിയയുടെ ഇൻഡിക്കേഷൻസ് പറഞ്ഞത് നമ്മളുടെ ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ പ്യൂട്രിഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഡീഅറേഞ്ച്മെന്റിന്റെ കൂടെ ആർട്ടിക്കൽ റാഷസ് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ദഹിച്ചിട്ടില്ല, നമുക്ക് ഇൻഡൈജഷൻ ഉണ്ട് പ്ലസ് റാഷസ് വരുന്ന കേസുകളാണെങ്കിൽ പേഷ്യന്റ് വന്ന് പറയും, സാറേ ഞാൻ ഇന്നലെ ആ ഭക്ഷണം കഴിച്ചു, അവിടെ നിന്ന് കഴിച്ചു, ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ചു, ഇന്നലെ ഇന്ന ഭക്ഷണം കഴിച്ചു. സ്പെസിഫിക് ആയിട്ട് നമുക്ക് AF കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് മെഡിസിൻ പോകണം. ചിലപ്പോൾ അവർക്ക് അറിയില്ല ഏതിന്നാണ്. 3-4 ഐറ്റം കഴിച്ചിട്ടുണ്ട്, വെജിറ്റബിൾ കഴിച്ചു, അത് കഴിച്ചു, ഇത് കഴിച്ചു. ഇന്ന് വയറും സുഖമില്ല ഡോക്ടറെ, നമുക്ക് ശരീരത്തൊക്കെ തിണർക്കുന്നുണ്ട് ഡോക്ടർ. ട്രയോസ്റ്റം പെർഫോളിയേറ്റ. ഓക്കെ, അർട്ടിക്കേരിയ ഫ്രം സെൽഫിഷ്. ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഏതാ? ലൈക്കോപോഡിയം. Camphor is one of the best, almost near specific to lycopodium പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. You can give 30, you can give 200, you can give 100. ഒന്ന് ട്രൈ ചെയ്യുക, യു ക്യാൻ റിപ്പീറ്റ് ദ മെഡിസിൻ, ഒരു ഇഷ്യൂസും വരില്ല. ഓക്കെ, പിന്നെ വാട്സിന് നാട്രം കാർബും മാക്സ് സൾഫർ ജനറൽ ആയിട്ട്. ബാക്കിയൊക്കെ നമ്മളുണ്ട്, ഞാൻ അതിലൊറ്റൊന്നും പോണില്ല. മാക്സ് സൾഫ് ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ വാട്സ്. ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് വേറെ ഒന്നും ഇൻഡിക്കേഷൻസ് കിട്ടണില്ല. പിന്നെ വാട്സിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്സ് എവിടെയാണ് ലൊക്കേറ്റഡ് ആയിട്ട്, ലൊക്കേഷൻ ഓഫ് ദ വാട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ പാംസിലാണെങ്കിൽ 2 മെഡിസിനാണ് കണ്ണടച്ച് വരിക, ഒന്ന് നാട്രമ്യൂറും ഒന്ന് ബുഫോറാണ്. ബുഫോയുടെ അടുത്ത പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിന്റെ കറക്റ്റ് ബുഫോ ഒന്നുകൂടി സ്പെസിഫൈ ചെയ്ത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ഒരു പേഷ്യന്റ് നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ അവന്റെ കൈ ജനൈറ്റൽസിലായിരിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ അവളുടെ ആരുടെയെങ്കിലും ജനൈറ്റൽസിൽ ഉണ്ടാവും. അങ്ങനെ ഒരു സിംറ്റം എങ്ങാനും നമ്മൾ വെറുതെ ചോദിക്കുമ്പോൾ കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കണ്ട, വാട്ട്സ് ഓൺ ദ ഹാൻഡ്സ് ആൻഡ് ഈ സിംറ്റം. ഇനി അതുമില്ല, വാട്ട്സ് ഓൺ ദ ഹാൻഡ് മാത്രമേ നമ്മളുള്ളവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, ബ്ലീഡിങ് ഉണ്ടോ? ബ്ലീഡിങ് ഇല്ല. ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. കയ്യിൽ വിരലിൽ മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ കോസ്റ്റിക് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. നാട്രമ്യൂർ ആൻഡ് ബുഫോ ഇസ് വൺ ഓഫ് നിയർ സ്പെസിഫിക് ആയിട്ട്. ഈ സ്ലൈഡ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ആ സ്ലൈഡ് നമ്മളുടെ പുതിയൊരു പരിപാടിയുടെ ഒരു ഇതാണ്. ഹെയർ ഫോള് എടുക്കാം ഡീറ്റെയിൽ ആയിട്ട്. അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ സ്ലൈഡ് ഓൾമോസ്റ്റ് തീർന്നു. സ്കിന്നിൽ നമുക്ക് സമയം ഉണ്ട്, അപ്പൊ അടുത്തൊരു എക്സ്പീരിയൻസിലോട്ട് പോണോ അതോ നമുക്ക് സമയമുണ്ട്. സ്കിൻ ഓൾമോസ്റ്റ് നമ്മൾ കവർ ചെയ്തു. പിന്നെ ഉള്ളത് വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസേഴ്സിന്റെ വിഭാഗമാണ്. അതിപ്പോ തുടങ്ങിയാൽ തീരൂല. വി ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ഡു. ഓക്കെ, ഇനി ഇത് ബേസിക്കലി എന്തെന്നാ പറയാ, ജൂനിയേഴ്സിന് മെന്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ ഇടുന്ന സ്ലൈഡ് ഓക്കെ ജൂനിയേഴ്സിന് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസിൽ ഒന്നാണ്. ഇത് കോവിഡിന്റെ സമയത്ത് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഓക്കെ, ത്രോംബോസൈറ്റോപീനിയ വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ല, സിംറ്റംസ് ഒന്നുമില്ല. ചിലപ്പോൾ ലാബ് റിപ്പോർട്ട് മാത്രം ആരെങ്കിലും അയച്ചു തരും, അങ്ങനെയും പ്രിസ്ക്രൈബ് ചെയ്യാം. ഡോണ്ട് കം ടു ആർഗ്യൂ വിത്ത് ഹോമിയോപ്പതി. ഈസ് സോ സിമ്പിൾ. ഹോമിയോപ്പതി എന്ന് പറയുന്നത് വലിയ ഈ നമ്മുടെ വലിയ എന്താ പറയാ, അവര് പറയണത് മാത്രമൊന്നും അല്ല. ഹോമിയോപ്പതി ഈസ് ടു സിമ്പിൾ. 1+1 is 2. നമുക്ക് പല വിധത്തിലും പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാം. PQRS ട്രീറ്റ് ചെയ്യാം,
കേസ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്യാം. മയാസ്മാറ്റിക് പ്രിസ്ക്രിപ്ഷൻസ് ചെയ്യാം. മയാസത്തില് ഈവൻ നമ്മുടെ ഡോക്ടർ അജിത ധനപാൽ ഡോക്ടറുടെ വൈഫ്, ഷീ പ്രിസ്ക്രൈബ്സ് ഫോർ ഇൻഫെർട്ടിലിറ്റി ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് മയാസം. ഓക്കെ, അപ്പൊ മയാസ്മാറ്റിക് ബേസിസിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. പിന്നെ എന്താ പറയാ, പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസിലോട്ട് പോവാം, പല കേസ്. അപ്പൊ ഓരോ കേസിന്റെ മെറിറ്റ് അനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒരു കേസും നമുക്ക് നോ പറയരുത്. കാരണം നമ്മളൊക്കെ പ്രൈവറ്റ് പ്രാക്ടീഷണേഴ്സും ഗവൺമെന്റിലൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ചിലത് അത് മതി നമുക്ക്, ഒരൊറ്റ സിംറ്റം. ഓക്കെ, ത്രോംബോസൈറ്റോപീനിയ എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അത് കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കാറില്ല. സത്യമാണ് പറയണത്. എക്സ്റേ 30, ഫോസ്ഫറസ് 30, ക്രോട്ടാലസ് ഹോറിഡസ്, പിന്നെ ഫോസ്ഫറസ്, എക്സ്റേ, ക്രോട്ടാലസ് ഹോറിഡസും ഇപ്പറ്റോറിയോ. നിങ്ങൾക്ക് ഞാൻ എത്ര വേണമെങ്കിൽ 15,000 പ്ലേറ്റ്ലെറ്റിൽ നിന്ന് 2 ലക്ഷം പ്ലേറ്റ്ലെറ്റ് ആക്കിയത് പോലും എൻ്റെ കയ്യിലുണ്ട്. ഐ ക്യാൻ ഷോ യു വിത്ത് റിപ്പോർട്ട്. ഈ 4 മെഡിസിൻ മതി. ഈവൻ ലുക്കീമിയക്കും ബാക്കിയുള്ളതിനൊക്കെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 മെഡിസിൻ, ഈവൻ റേഡിയം നമുക്ക് നല്ലതാണ്. ഓക്കെ, 4 or 5 മെഡിസിൻ ഇസ് ഇനഫ് ടു ട്രീറ്റ് എനി ഡെങ്കു കേസസ്. കാണുന്നിടത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലേ, ഈ 4 കൂടി ഒരുമിച്ച് കൊടുത്തോ. ഞാൻ അത് അഡ്വക്കേറ്റ് ചെയ്യണത് ഓപ്പൺ ആയിട്ട് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡെങ്കു എന്ന് കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്ന കാലം എനിക്കും ഉണ്ടായിരുന്നു. ഡെങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ ആ കേസ് ഞാൻ എടുക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ 1 or 2 ജൂനിയേഴ്സ് എവിടെയോ ഒരു ഇത് ഇട്ടു, ഡെങ്കു നമ്മൾ ട്രീറ്റ് ചെയ്തു. അന്ന് ഞാൻ വിചാരിച്ചാണ് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും. അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് ഈ 4 മെഡിസിൻ കണ്ണടച്ചോ, ഒന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേറെ സിംറ്റംസ് ഒന്നും കിട്ടണില്ല. ഫോസ്ഫറസ് ഏത് ഫീവറും കവർ ചെയ്യും, ഏത് ഹെമറേജും കവർ ചെയ്യും, ത്രോംബോസൈറ്റോപീനിയ കവർ ചെയ്യും ഫോസ്ഫറസ്. എക്സ്റേ ഏത് കൈൻഡ് ഓഫ് ഡിപ്ലീഷൻ ഓഫ് ബ്ലഡ് സെൽസ്. യുക്കാലിപ്റ്റസ് അല്ല, നമ്മുടെ യുപ്പറ്റോറിയം എഗെയിൻ ബോഡി പെയിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, പിന്നെ ക്രോട്ടാലസ് ഹോറിഡസ്, ഡെങ്കുവിന്റെ ഫസ്റ്റ് വരാനുള്ള കോംപ്ലിക്കേഷൻസ് ബ്ലീഡിംഗ് ആണ്. ഇന്നലെ വന്നിരുന്ന ഒരു പേഷ്യന്റ്, ഒന്നുമില്ല, വായന്ന് വെള്ളം വരുന്നു, വായന്ന് ചോര വരുന്നു. നമ്മളിവിടെ ഒന്ന് നോക്കിയപ്പോ പനിയുണ്ട്. ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാനുള്ള സമയം നമ്മൾ എടുത്തില്ല. തേഴ്സ്റ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല സാറേ, അതൊന്നും നോക്കാറില്ല, ഒന്നും ഇല്ല. ബോഡി പെയിൻ ഉണ്ടോ, കാര്യമായിട്ടില്ല, അങ്ങനെ ചെറിയൊരു ബോഡി പെയിൻ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ സിംഗിൾ മെഡിസിൻസിലൊക്കെ കൊടുക്കാൻ വലിയ പാടാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ കൊടുക്കുക. ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡെങ്കു പോസിറ്റീവാണ്. പ്ലേറ്റ്ലെറ്റ് ഉള്ളത് 26,000. ഇന്ന് രാവിലെ വന്ന് സൺഡേ ആയിട്ട് ഞാൻ അവർ വന്ന് വിളിച്ചിട്ട് ഞാൻ വന്നിട്ട് കൊടുത്തതാണ്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് CBC ചെയ്തപ്പോൾ 26,000 ഇന്ന് കൊടുത്തു വിട്ടിട്ടുണ്ട് എവറി 1 hour. OP സെറ്റപ്പ് ആണ്, IP സെറ്റപ്പ് ഒന്നുമല്ല. വീട്ടിൽ റെസ്റ്റ് എടുക്കാൻ, നല്ലോണം കഞ്ഞി കുടിക്കാം, മരുന്ന് കൊടുക്കാം 1 hour. ഉറങ്ങുന്നത് വരെ, ചിലപ്പോൾ ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു കൊടുത്തോ. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. 100% അത് 70,000 to 80,000 ആയിട്ടുണ്ടാവും. 3rd day ആ കേസ് 1,50,000 മുകളിൽ 100% ഗ്യാരണ്ടീഡ് ആണ്, അല്ലാണ്ട് വെറുതെ പറയണതല്ല. ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. ഓക്കെ, അതുപോലെ ESR ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടൂല. ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് ലാബ് വെറുതെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ESR എലിവേറ്റഡ്. വേറെ ഒരു സിംറ്റം ഇല്ല, ചുമ ഉണ്ടാവില്ല, ജോയിന്റ് പെയിൻസ് ഇല്ല, ഒന്നുമില്ല. ചിലപ്പോൾ ഇഡിയോപ്പതിക് ആയിരിക്കും, നമുക്ക് ഒന്നും കിട്ടാറില്ല. ചിലപ്പോൾ കിട്ടലുണ്ടാവും, ജോയിന്റ് പെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ പുതിയ പേടിപ്പിക്കലാണ് CRP എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ചെക്കിങ്. ഇൻഫ്ലുവൻസിനും ചെക്ക് ചെയ്യും, ഇൻഫ്ലുവൻസ് വൈറസ്. എന്നിട്ട് പേഷ്യൻസിനെ പേടിപ്പിക്കും. ഇൻഫ്ലുവൻസിനോണ്, ആ ഇൻഫ്ലുവൻസ് ഷോട്ട് എടുക്കണം. ഇന്നലെ ഒരു കേസ് ഇൻഫ്ലുവൻസ് ഷോട്ട് എടുത്തിട്ട് BP ഒക്കെ ഷൂട്ടപ്പായി, ഹൈപ്പർ സെൻസിറ്റിവിറ്റി വന്നിട്ട് ഇൻഫ്ലുവൻസിനെ വെറുതെ ചെക്ക് ചെയ്യുക. ഇൻഫ്ലുവൻസിനാണ്, വൈറസ് ആണ്. ഇൻഫ്ലുവൻസിൻ വൈറസ് ചെക്ക് ചെയ്തിട്ട്
അത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. ഇവര് ട്രെൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ പുറകെ പോയേ പറ്റും. ചിലപ്പോൾ നമുക്ക് നമ്മളുടെ മെഡിസിൻസ് ഉണ്ട്, പക്ഷെ ഇത് ഇവരൊരു ട്രെൻഡ് ആക്കി വന്നിട്ട് നമ്മളെ പേടിപ്പിക്കും. ആ പേഷ്യന്റ് വന്നിട്ട് പറയും, സാറേ എനിക്ക് ഇൻഫ്ലുവൻസൻ വൈറസ് ദേ കണ്ടില്ലേ. നമ്മുടെ കയ്യിൽ ഇതിലും വലിയ താപ്പാനകളും സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇൻഫ്ലുവൻസിനും അപ്പോർമ വരണം. ഇൻഫ്ലുവൻസൻ പോസിറ്റീവ് എന്ന് പറയേ അല്ലെങ്കിൽ അങ്ങനെ കേസ് ഇനിയിപ്പോ കാണാൻ പോണ ഒരു 3 മാസത്തേക്ക് 4 മാസത്തേക്ക് നിങ്ങളുടെ എല്ലാ ക്ലിനിക്കിലും വരാൻ പോണ ഒരു കേസാണ് ഇൻഫ്ലുവൻസൻ. ഒന്നില്ലെങ്കിൽ പേഷ്യന്റ് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പോണ ഏത് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ആദ്യം അവിടെയാണല്ലോ പോവാ, എന്നിട്ടൊന്നും പറ്റാണ്ടാകുമ്പോൾ അങ്ങോട്ട് ഓടി വരിക. അപ്പൊ ഈ ഒരു സാധനം വരാനിരിക്കുന്ന 6 months ഇതൊരു ട്രെൻഡ് ആക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ തന്നെ സ്റ്റോക്ക് ഉണ്ടാവണം ഇൻഫ്ലുവൻസിന്. അതുപോലെ ESR കൂടുതൽ ആസയോട് 30, ട്യൂബക്കുലിനം വണ്ണം HS ആയിട്ട് കൊടുക്കുക. ആസയോട് 30 അല്ലെങ്കിൽ 3x. 30 ആണെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് 2 hourly കൊടുത്തോ 1 hourly കൊടുത്തോ, QDS കൊടുത്തോ TDS കൊടുത്തോ. ESR വിത്തിൻ 3-4 days കുറഞ്ഞിരിക്കും. ഓക്കെ. അതുപോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റില് നമ്മൾ ബാക്കി എല്ലാ സിംറ്റംസ് ഡയഗ്നോസ് ചെയ്യുക. അലോങ് വിത്ത് ദാറ്റ് നമുക്ക് കേസ് എടുത്തിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻസിൽ സ്റ്റിക്ക് ചെയ്യാം. മിക്കവാറും ഈ ഫാറ്റി ലിവറും പേഷ്യന്റ് ആകെ വരിക എന്താ വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ അവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ LFT കൂടിയിട്ടുണ്ടാവും. ഒരു ഫാറ്റി ലിവർ ഫസ്റ്റ് ഡിഗ്രി or സെക്കൻഡ് ഡിഗ്രി കാണിക്കും. പേഷ്യന്റ് ഇസ് അസിംപ്റ്റമാറ്റിക്. പേഷ്യന്റ് ഡസന്റ് ഹാവ് എനി അതർ കംപ്ലൈൻസ്. ഓക്കെ. അവരിത് കാണുമ്പോൾ പാനിക് ആവും. അപ്പൊ ഇത് കൂടിയിരിക്കുമ്പോൾ അവർ കൊളസ്ട്രോളിന്റെ മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർക്ക് അത് നിർത്തണം. ഇങ്ങനെയൊക്കെ വരും. ബാക്കിയൊക്കെ ഡയാറ്റസിസും ഇതൊക്കെ നോക്കണം. ഞാൻ നോക്കണ്ടെന്നല്ല പറയുന്നത്. കേസ് എടുക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കേസ് എടുക്കുക. പക്ഷെ കേസ് എടുക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും പേഷ്യന്റിന് അറിയില്ല, അല്ലെങ്കിൽ അവന് അതിനുള്ള സിംറ്റം ഇല്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് സിംറ്റംസ് ഉണ്ടാവില്ല മിക്കവാറും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഫാറ്റി ലിവറിനും LFT കൂടുതലുള്ളതിന് SGOT SGPT ഒക്കെ കൂടുതലുള്ളതിന് കാൽമെഗ് ആണ് വൺ ഓഫ് ദ ഫസ്റ്റ് മെഡിസിൻ. പിഞ്ചറും കൊടുക്കാം, 10 തുള്ളി 3 നേരം കൊടുത്താലും മതി, അല്ലെങ്കിൽ 3 drops 5 drops അല്ലെങ്കിൽ 3 ഗ്ലോബ്യൂൾസ് കൊടുക്കാം. അത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും നോർമൽ ആയിട്ടുണ്ടാവും, കുറയും. എങ്ങനെയായാലും ഒരു 50% കുറഞ്ഞിരിക്കും. പിക്രിക് ആസിഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ലിവർ കണ്ടീഷൻസ്. അവിടെയും ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ ആണ്. പിക്രിക് ആസിഡിന്റെ ഇതെന്താ, യെല്ലോയിഷ് ആണ്. മെഡിസിൻ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇറ്റ്സ് യെല്ലോയിഷ് പിക്രിക് ആസിഡ്. ഡോക്ടറിൻ ഓഫ് സിഗ്നേച്ചർ മാത്രം വെച്ചിട്ട് നമുക്ക് പിക്രിക് ആസിഡ് കൊടുത്താലും ഫാറ്റി ലിവർ കുറയും, അല്ലെങ്കിൽ ജോണ്ടിസ് ഉണ്ടെങ്കിൽ ജോണ്ടിസ് കുറഞ്ഞിരിക്കും. 30 ആണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്. LFT. ചെലിഡോണിയം നിങ്ങൾക്കറിയാം, പിന്നെ ചിയോനാന്തസ് നിങ്ങൾക്കറിയാം. ഓക്കെ. സിയോനാന്തസ് ആണെങ്കിൽ മൈഗ്രെയിൻ, ചിയോനാന്തസ് ലിവർ. ഓക്കെ. പിന്നെ ഇപ്പോഴും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് D-ഡൈമർ ഒക്കെ. ഇപ്പോഴും ഇവര് നോക്കുന്നുണ്ട്. D-ഡൈമർ 5000 കടന്നതുപോലെ നമ്മുടെ അടുത്തുണ്ട്. അത് കോവിഡിന്റെ ഫുൾ ഉണ്ട്. അത് ഇപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇത് മാത്രമേ പറയുന്നുള്ളൂ. D-ഡൈമർ പോസിറ്റീവ് ആണോ, വേറെ ഒരു സിംറ്റം നിങ്ങളുടെ കയ്യിലില്ലേ, ഫോസ്ഫറസ് 13 ക്രോട്ടാലസ് ഓറിഡസും നിങ്ങളിത് ഇത് കൊടുത്തോ. 5000 നോർമൽ വരെ ആക്കിയതാണ് ഞങ്ങൾ ഈ മെഡിസിൻ മാത്രം വെച്ചിട്ട്. ഓക്കെ. അതിന്റെ റിപ്പോർട്ട് പോലും നമ്മുടെ കയ്യിലുണ്ട്. ട്രോപ്പോണിൻ വരുന്നത് എപ്പോഴൊക്കെയാണ്, കാർഡിയാക് ഇൻവോൾവ്മെന്റ്. എപ്പോഴെങ്കിലും കാർഡിയക് ഇസ്കീമിയ അല്ലെങ്കിൽ കാർഡിയാക് ഇൻവോൾവ്മെന്റ് ഒക്കെ വെച്ചിട്ട് ഇസ്കീമിക് ഹാർട്ട് ഡിസീസസിൽ ട്രോപ്പോണിൻ ചിലപ്പോൾ അവര് ഇസ്കീമിക് ഹാർട്ട് ഡിസീസസിൽ എമർജൻസി ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു കാണും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാലും ട്രോപ്പോണിൻ ചിലപ്പോൾ കൂടി നിൽക്കും.
അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിനാണ് അഡ്രിനാലിൻ 30, കാക്ടസ് ടിഞ്ചർ, ക്രെറ്റിയാഗസ് ടിഞ്ചർ. ക്രെറ്റിയാഗസ് ടിഞ്ചറിന്റെ കൂടെ ടയോസിനാമിനും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ചിലപ്പോൾ നമുക്ക് ഈ ആൻജിയോഗ്രാമില് ചിലപ്പോൾ ഓൾഡ് സ്കാറോ അല്ലെങ്കിൽ ഹാർട്ടില് മസിൽസിന്റെ അവിടെ സ്കാർ ടിഷ്യൂ കാണും. അങ്ങനെ വരുമ്പോൾ ക്രെറ്റിയാഗസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. പ്ലസ് ക്രെറ്റിയാഗസിന്റെ സിംറ്റംസ് വരുന്നത് ഹാർട്ട് ബീറ്റ്, സ്കിപ്ഡ് ഹാർട്ട് ബീറ്റും വരും. ഇതൊക്കെ വിസിബിൾ ആണ്. നമ്മൾ വെറുതെ ചെസ്റ്റ് വെച്ചാൽ നമുക്ക് കിട്ടും. വേറെ ഒരു സിംറ്റം കിട്ടിയില്ലെങ്കിലും ഈ സിംറ്റംസ് കിട്ടും. ഫിസിക്കൽ സിംറ്റംസ് നമുക്ക് കിട്ടും. സ്റ്റെത്ത് വെച്ച് നോക്കണം. ഓക്കെ, എക്സാമിനേഷൻ ടേബിൾ വേണം, കിടത്തി നോക്കണം, സ്റ്റെത്ത് വെച്ച് നോക്കണം. നോക്കിയാൽ ഈ സംഭവം കിട്ടും. കോറിലേറ്റഡ് വിത്ത് ട്രോപ്പോണിൻ കൂടുതലാണ്. ഇന്റഗ്രേറ്റഡ് മെഡിസിൻ ഇസ് ക്രെറ്റിയാഗസ്. ഓക്കെ, പിന്നെ LDH ഇത് എപ്പോഴാ കൂടുക? ഫൈബ്രോമയാൽജിയ, ബോഡി മസിൽസ് ഒക്കെ ഇത് ചെയ്തിട്ട് വരുന്നതിനാണ്. മസിൽ പെയിൻ ഒക്കെ, നല്ല മസിൽ പെയിൻ ഉണ്ടാവും. ചിലപ്പോൾ ഫൈബ്രോമയാൽജിക്ക് ഉണ്ടാവും. ഈവൻ വൈറൽ ഫീവറിന് ഉണ്ടാവും. വൈറൽ ഫീവറിന് നമ്മൾ ബോഡി നല്ല പെയിൻ ആയിരിക്കും. ഓക്കെ, അത് നാട്രം സാലിസിലിക്കം കവർ ചെയ്യും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പെയിൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഇൻഫ്ലുവൻസ ഇൻ ഇറ്റാലിക്സ് ബോറിക്കില്. സാർക്കോലാക്ടിക് ആസിഡും ഫൈബ്രോമയാൽജിയ മുതൽ ബോഡി പെയിന്, പിന്നെ കഫ് ആഫ്റ്റർ ബോഡി പെയിൻ ആഫ്റ്റർ ഇൻഫ്ലുവൻസ, ഈ രണ്ട് മെഡിസിനാണ് നാട്രം സാലിസിലിക് ആസിഡും നാട്രം സാലിസിലിക്കും സാർക്കോലാക്ടിക് ആസിഡും. ഓക്കെ, പിന്നെ ബോഡി പെയിൻ പിന്നെ പറയുന്നത് ഫോസ്ഫറസ് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഇൻഡിക്കേഷൻസ് ആണ്. ഈ മാക്രോട്ടിൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. മാക്രോട്ടിന്റെ ബാക്ക് പെയിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ലോവർ ബാക്കില് നമ്മുടെ ലംബാർ ടു സേക്രം ആയിരിക്കും. ഓക്കെ, അവിടെ വേറെ മെഡിസിനും വരും, ജെൽസീമിയം വരും. ഓക്കെ, ജെൽസീമിയത്തിന്റെ ബാക്ക് ഏക്ക് വിത്ത് വൈറൽ ഫീവർ. മാക്രോട്ടിൻ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ഇത് രണ്ടുമാണ് ബാക്ക് ഏക്കിൽ കിട്ടുക. പിന്നെ മാക്രോട്ടിനും ജെൽസീമിയം കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ജെൽസീമിയത്തിന് നമ്മുടെ ലംബാർ ഏരിയ എന്നായിരിക്കും പെയിൻ തുടങ്ങുക. ലംബാർ അല്ലെങ്കിൽ തോറാക്സിക് കഴിഞ്ഞ് ലംബാർ ഏരിയ ടു സേക്രത്തിന്റെ അടുത്ത് വരെ ഉണ്ടാവും. ഇത് ലംബാറിന്റെ ഒരു L4 L5 മുതൽ സേക്രത്തിന്റെ അവിടെ കിടന്ന് കളിക്കും. ഇതായിരിക്കും ബേസിക് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻ ഓഫ് ദ പെയിൻ ആണ് മാക്രോട്ടിനും ജെൽസീമിയവും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ശരിക്കും നമുക്ക് ഇതിന് കിട്ടിയിരുന്നു. കോവിഡിന്റെ സമയത്ത് ഇത് ഇഷ്ടമല്ല, ചവർ പോലെയായിരുന്നു. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് പറയും. ചിലപ്പോൾ ഒരു സിംറ്റം ആയിരിക്കും, 2 സിംറ്റം ആയിരിക്കും. LDH കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്പോർട്ട് അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും, അവരവിടുന്ന് വാങ്ങും. അങ്ങനെ നല്ല രസമുള്ള കളിയായിരുന്നു. ഓക്കെ, ഇത് കോവിഡിന് മാത്രമല്ല, എനി വൈറൽ ഫീവർ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വൈറൽ ഫീവർ, ഡെങ്കു, എനി കൈൻഡ് ഓഫ് വൈറൽ ഫീവറിന് പറ്റുന്ന മെഡിസിൻസ് ആണ് ഈ നാട്രം സാലിസിലിക്കം, സാർക്കോലാക്ടിക് ആസിഡ്. ഇതൊക്കെ ഒന്ന് വായിക്കണം. ദോസ് ആർ നോട്ട് റെഡ്. ഞാനൊരു വാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാൻ നിൽക്കരുത്. അത് വായിക്കുക, ഓപ്പൺ യുവർ ബുക്സ് ആൻഡ് കൺഫേം ഇറ്റ്. ഓക്കെ, മാക്രോട്ടിൻ നിങ്ങൾ വായിക്കണം. ജെൽസീമിയം നമുക്കറിയാം, ബെലഡോണ നമുക്കറിയാം, റെസ്റ്റോക്സ് ബോഡി പെയിൻസിന് നമ്മളിപ്പോൾ സാധാരണ കൊടുക്കുന്നത് വണ്ണം വരെ ചിലപ്പോൾ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കും. ഞാനിപ്പോൾ വണ്ണം കൊടുക്കലും നിർത്തി. ബോഡി പെയിനും ഫീവറും ഉണ്ട്. വിത്ത് ടങ്ക് റെഡ് ആണെങ്കിൽ 10 ml പോകും സ്ട്രേറ്റ് അവേ. 2 hourly റിപ്പീറ്റേഷൻ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ടീച്ചേഴ്സ്. അതൊരു ധൈര്യമാണ്. എല്ലാവരും ചെയ്യണം എന്നില്ല. പക്ഷെ ഇഫ് യു ഡു ദിസ്, വൈറൽ ഫീവർ നിങ്ങൾക്ക് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റും. വൈറൽ ഫീവർ തുടങ്ങുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്യുലിയ സപ്പനോറിയ. നമ്മൾ എക്കോണൈറ്റ് പറയും, പക്ഷെ എക്കോണൈറ്റിനെക്കാളും ഏർലിയർ സ്റ്റേജസിൽ കോൾഡ് ഉണ്ട്, പെട്ടെന്ന് പനി തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഇത് ക്യുലിയ സപ്പനോറിയ ആൻഡ് അക്കോണൈറ്റ്
ranks equal. Okay. നമുക്ക് ഇവിടെ കൊണ്ട് Okay, 5 minutes കൂടി ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. Okay. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണേ സാറേ, കാരണം ഇത് ആവശ്യമുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് നോട്ട് ചെയ്തിടുന്നുണ്ട്. ഫെറിറ്റിൻ മുതൽ സാറ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണേ. ചെയ്യാം മാഡം. ഏതായാലും നല്ല പ്രയോജനമുള്ള ക്ലാസ്. പക്ഷെ നമുക്ക് ഇപ്പൊ 4 മിനിറ്റ് കൂടെ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആർക്കെങ്കിലും അത്യാവശ്യം സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. ഇതിലിടയ്ക്ക് സിഫിലിനും ഏത് പൊട്ടൻസിയാ സാർ കൊടുക്കുന്നതെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സിഫിലിന് നമ്മൾ സ്നഫിൾസ് ഇൻ ചിൽഡ്രൻ ഒക്കെ പറഞ്ഞപ്പോഴേ സ്നഫിൾസില് 30. സ്നഫിൾസിൽ 30. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നഫിൾസിൽ നമുക്ക് ചിലപ്പോ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് 30. അൾസർ ആണെങ്കിൽ 1. മനസ്സിലായോ? ലതാ മനോഹരൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സമയം കൂടെ നോക്കിക്കൊണ്ട് ചോദ്യം ചോദിക്കണേ. ലതാ മനോഹരൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യാൻ. ഓക്കെ. അൺമ്യൂട്ട് ചെയ്യോ ഡോക്ടറെ? മ്യൂട്ടായി പോയി. അൺമ്യൂട്ട് ചെയ്തോ? ഇനി ചോദിച്ചു. ഡോക്ടറെ, ഞാൻ ചോദിക്കാൻ വന്ന ഒരു കുട്ടി പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ വെക്കുന്നു, അങ്ങനെ വേറെ മാസ്റ്റർബേഷൻ ഒന്നും ഇല്ല, ചുമ്മാ അവിടെ ഇങ്ങനെ കൈ വെച്ചോണ്ടിരുന്ന് TV കാണുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഏതാണ് കൊടുക്കുന്നത്? നേരത്തെ ഡോക്ടർ ആ കുട്ടിക്കും ബ്യൂഫോ കൊടുക്കാം. പടൻ ഡോക്ടറെ? ബ്യൂഫോറാണ് നല്ലൊരു മെഡിസിൻ ആണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. അതേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് ഡോക്ടറെ. ലതാ മനോഹരൻ ഡോക്ടർ, സാറിന് ഒരു നന്ദിയും കൂടെ പറയണേ. ശരി, നന്ദി മറിയാമ്മ ഡോക്ടറെ. സാദിത്ത് ഡോക്ടറിന് ഹൃദയത്തിന്റെ ഭാഷയില് നന്ദി പറയുന്നു. അതേപോലെ വളരെ വിശദമായിട്ട്, വളരെ ഇതുപോലെ ഒരു സ്കിൻ ഡിസീസിനെ പറ്റി നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എടുത്തെടുത്ത് ഡോക്ടർ പറഞ്ഞു തന്ന ഈ ക്ലാസ് വളരെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. ഇനി ഇതിന്റെ ബാക്കിയും വേണം. പിന്നെ ഡോക്ടർ നമ്മളോട് പറഞ്ഞ ഒരു മ്യാസത്തിന്റെ കാര്യം വളരെ ഈസി ആയിട്ട്, വളരെ ഡിഫിക്കൽട്ടിയാണ് ഈ മ്യാസം കണ്ടുപിടിക്കാൻ. കാര്യം എന്താ വെച്ചാൽ പിന്നെ സിംറ്റംസ് അതിന്റെ ഏതൊക്കെയാണ്, പിന്നെ ഇതിന്റെ കോമ്പിനേഷൻ, സൈക്കോസിസ്, സിഫിലിറ്റിക്, ഇതെല്ലാം കൂടെ കോമ്പിനേഷൻ പരമായിട്ട് സിംറ്റംസ് എന്താണ്, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വലിയ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു വിശദമായ ക്ലാസ് ഡോക്ടർ ഞങ്ങൾക്ക് എടുത്തു തരണം. വളരെ വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ പ്രയോജനപ്രദമായിരുന്നു. IFPHന്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാരുടെ പേരിലും നന്ദിയും നമസ്കാരവും അറിയിക്കുന്നു. മയാസത്തിന്റെ ക്ലാസ് എനിക്ക് ഒരു മാസമെങ്കിലും തരണം. ഞാൻ ഭയങ്കര നമ്മുടെ അടുത്ത മാസം എനിക്ക് നമ്മുടെ ഒരു പുതിയ പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ബ്യൂട്ടി ആൻഡ് വെൽനസ് സെന്റർ നമ്മൾ ഒരു പരിപാടി നെക്സ്റ്റ് മന്ത് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭയങ്കര ഫിനിഷിംഗ് സ്റ്റേജസിലാണ്. ഒരു 800 സ്ക്വയർ ഫീറ്റിൽ ഹോമിയോപ്പതി, വെൽനസ്, യോഗ, ബ്യൂട്ടി തെറാപ്പി, ന്യൂട്രീഷൻ, ഫിസിയോതെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജി എല്ലാം അണ്ടർ വൺ റൂഫ്. എറണാകുളത്ത് ബ്രോഡ്വേയിൽ എന്റെ ക്ലിനിക്കിന്റെ മുകളിൽ. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻസും അതിന്റെ വർക്കുമായിട്ട് ലാസ്റ്റ് സ്റ്റേജസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കുറച്ച് സമയം തരണം. കാരണം വെച്ചാൽ ഇത് ഏറ്റവും ഈസി ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തിയററ്റിക്കലി പെട്ടെന്ന് പറയണ പോലെ അല്ലല്ലോ. അപ്പൊ എനിക്കൊന്ന് കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും കിട്ടണം. പിന്നെ ഈ വേരിക്കോസ് വെയിനും അൾസറും ഇപ്പൊ പറഞ്ഞ ഇതിന്റെ ഫെർട്ടിനും അങ്ങനത്തെ എല്ലാം കൂടെ ഒരു ക്ലാസ് എടുക്കും. അത് എടുക്കാം ഡോക്ടർ. അതെല്ലാം കൂടെ അതൊക്കെ എടുക്കാം. അതൊക്കെ എടുക്കാം. അലോപേഷ്യ ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ എടുക്കാം.
അപ്പൊ All the ഇന്ന് best. All the best for your new venture at Sadat. ആ വെറുതെ വെഞ്ചർ എന്ന് പറഞ്ഞാൽ പോരെ, അടുത്ത മാസം വിളിക്കുമ്പോ അങ്ങോട്ട് വന്നേക്കണം. എന്തായാലും ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരുന്ന സാദത്ത് ഡോക്ടറിന് പ്രത്യേകം നന്ദി വീണ്ടും വീണ്ടും അറിയിക്കുകയാണ്. താങ്ക് യു. ഇതുപോലെയുള്ള നല്ല ക്ലാസ്സുകൾ വീണ്ടും എത്രയും വേഗം ഞങ്ങൾക്ക് എടുത്തു തരണമെന്നും കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. IFPH ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവുക ഞാനായിരിക്കും. ഏതായാലും സന്തോഷം ഡോക്ടറെ, ഇത്രയും ധൈര്യമായിട്ട് ഡോക്ടറെ ഈ മരുന്നുകളൊക്കെ പറയുമ്പം അത് മറ്റുള്ളവർക്ക് കുറച്ചും കൂടെ ധൈര്യം ലഭിക്കുക ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഈ സൂമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ 1448ാമത് പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. സാറിന്റെ ക്ലാസ് ഞങ്ങളെ കൂടുതലായി എത്രയും വേഗം ലഭിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയോടെ നമുക്ക് പിരിയാം. എല്ലാവർക്കും ശുഭരാത്രി.